പണ്ഡിതരെ, സ്നേഹിതരെ, രക്ഷകർത്താക്കളെ, അസ്സലാമു അലൈക്കും. ലോകം മുഴുവൻ വെളിച്ചമായി പ്രശോഭിച്ചു നിൽക്കുന്ന കാരുണ്യത്തിന്റെ പ്രവാചകന്റെ ഈ ജനന ദിവസത്തിൽ കരുണയും സ്നേഹവും ഒക്കെ അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ നായകന്റെ നന്മയുടെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ നാം മുമ്പോട്ട് വരേണ്ടിയിരിക്കുന്നു. പാതിരാവുകളിൽ ലോകത്തിലുള്ള സകല മനുഷ്യരും സമാധാനത്തിൽ വർദ്ധിക്കണേ എന്നുള്ളത് പ്രവാചകന്റെ ഒരു പതിവ് പ്രാർത്ഥനയായിരുന്നു. എപ്പോഴും ഭൂമിയിൽ ശാന്തിയും സമാധാനവും കളിയാടുന്നത് കാണാനാണ് അവിടുന്ന് ആഗ്രഹിച്ചത്. തന്നെ കാണാൻ മസ്ജിദിൽ വന്ന പാതിരിമാർക്ക് അവിടെ തന്നെ ആരാധനയ്ക്ക് സൗകര്യം ചെയ്തു കൊടുത്ത നബിതന്റെ മേൽക്കൊണ്ടിൽ കിടന്നുറങ്ങിയ തള്ളപ്പൂഞ്ഞയും നട്ടാതിരിക്കാൻ ആ ഭാഗം മുറിച്ചെടുത്ത് ഉപയോഗിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധവേളയിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുതെന്ന് നിഷ്കർഷിച്ച ശ്രദ്ധ മതി. ഒരിക്കൽ ഒരു പക്ഷിക്കുഞ്ഞിനെ അവിടത്തേക്ക് കൊണ്ടുവന്ന് കൊടുത്ത കുട്ടിയോട് അതിനെ തള്ളപ്പക്ഷിയുടെ അടുത്തേക്ക് തിരികെത്തിക്കാൻ ആജ്ഞാപിച്ച സ്നേഹകാക്കൻ ഭക്ഷണ തലികയിൽ ഇരിക്കുന്നതിന് മുമ്പേ തന്റെ അയൽവാസിയുടെ കാര്യം കൂടി തിരിക്കാൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പുഞ്ചിരിയോടെ നിലകൊള്ളാൻ ഒരു നോട്ടം കൊണ്ട് പോലും അന്യന്റെ ഹൃദയം വേദനിപ്പിക്കരുതെന്നും ഒരാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് അവഹേളിക്കുന്നതും പരിശുദ്ധ കഅബാലയം പൊളിക്കുന്നതും സമമാണെന്ന് പറഞ്ഞ ആ പ്രവാചകൻ സഹപാഠികളെ അന്യരെ അവരില്ലാത്ത നേരത്ത് കുശുമ്പ് പറയുന്നതും നുണകൾ അവരുടെ മേൽ കെട്ടി സംസാരിക്കുന്നതും വൻ പാവമാണെന്ന് മൊഴിഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജന്മദിന വേളയിൽ നമുക്ക് സാമൂഹിക ജീർണതകൾക്കെതിരെ ജിഹാദ് നയിക്കാം, ഒത്തൊരുമിക്കാം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സൽപന്താവിൽ ചരിച്ചു സ്വർഗം നേടാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാക്കരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.